ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലേന്ദ്രൻ ശിവനെയും രാജീവിനെയും കാണാനായിട്ട് ഹോട്ടലിലേക്ക് വരികയാണ്. വാതിൽ തുറന്നു കൊടുക്കുന്നത് ശിവനാണ്. അപ്പോൾ ബാലേന്ദ്രനെ കാണുമ്പോൾ അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല. ഓ നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയാണ്, എൻ്റെ അളിയന്മാർ ഇവിടെ ഹോട്ടലിൽ കാശ് കൊടുത്ത് റൂമൊക്കെ എടുത്തിട്ടിട്ട് പെങ്ങളെ ശുശ്രൂഷിക്കാനായിട്ട് വന്നിരിക്കല്ലേ, അപ്പോൾ അവരുടെ മുറിയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇതേ ഞങ്ങൾ കാശ് കൊടുത്തിട്ട് വാങ്ങിച്ചിട്ടിരിക്കുന്ന റൂമാണ്, അത് നിനക്കെന്താടാ കാര്യം എന്ന് ശിവൻ ചോദിക്കുകയാണ്. അന്നേരം പറയാണ്, പെങ്ങളെ ശുശ്രൂഷിക്കാന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ വന്ന് കെടുക്കുക രണ്ടാളും. എന്തെങ്കിലും ഒരു കാര്യം പെങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തു? വായുഗുളിക പോലും മേടിച്ചു കൊടുത്തിട്ടില്ലല്ലോ. ഉണ്ടോ? ലാബിലോ ടെസ്റ്റ് വാങ്ങിക്കാനോ റിസൾട്ട് വാങ്ങിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കോ നിങ്ങൾ പോയിട്ടുണ്ടോ? ബില്ലടയ്ക്കുന്ന സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയ പോലുമില്ല. എന്നിട്ടും പെങ്ങളെ നോക്കാനും വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടാണ് കേട്ടോ. ഇതേ ബാലേന്ദ്ര, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് എന്ന് പറയാം കേട്ടോ. വൈജിക്ക് എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വൈജിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇവിടെ റൂം എടുത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണ്. അന്നേരം രാജീവൻ എഴുന്നേറ്റ് വരികയാണ്. രാജീവൻ പറയുകയാണ്, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. പറഞ്ഞു, അലീന എവിടെയും ചോദിക്കുകയാണ് കേട്ടോ. അലീനെ എന്താ നീ ഞങ്ങളോട് വന്ന് ചോദിക്കുന്നത്? അലീനെ നോക്കി നടക്കാനല്ല ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത്. വെറുതെ രാജീവ, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കണ്ട കേട്ടോ. എൻ്റെ സ്വഭാവം നിനക്കറിയില്ല. നീ ആരാടാ? നീ എന്ത് പറയുന്നത്? ഞാനിപ്പോൾ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോവാന്ന് പറയട്ടോ. നീ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തോ, അതിൻ്റെ അങ്ങേയറ്റത്തേക്ക് ഞങ്ങൾ പോകും എന്ന് പറയണേ. അതിനുശേഷം രാജീവ് പറയണേ, ഞങ്ങളുടെ പെങ്ങളെ വഞ്ചിച്ച് വേറൊരുത്തിൻ്റെ കൂടെ അഴിഞ്ഞാടി നടന്ന് ഒരു കൊച്ചിനെ ഉണ്ടാക്കി, എന്നിട്ട് അതിനെ മകളാണെന്ന് പറഞ്ഞങ്ങായിട്ട് വാഴിച്ചു കൊണ്ട് നടക്കുമ്പോൾ ഞങ്ങൾ സഹിക്കുന്നതാണ് നീ വിചാരിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് രാജീവൻ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാനം രക്ഷിക്കാൻ ഞങ്ങൾ ഏതറ്റം വരെ പോകും എന്ന് പറയാണ് കേട്ടോ. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇത് ചെറിയ കളിയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. ഇപ്പം ഞാൻ പോലീസിലേക്ക് പോകാണ്, അതിന് മുമ്പായിട്ട് നിങ്ങളോടൊന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കുക. ഈ കളി പോലീസിലേക്ക് പോയിട്ടുണ്ടെങ്കിലേ കളി കൈവിട്ട് പോകും എന്ന് പറയാൻ കേട്ടോ. അന്നേരം ശിവൻ പറഞ്ഞു, നീ പോയി പോലീസിൽ കേസ് കൊടുക്കുക, അതിൻ്റെ അങ്ങേയറ്റം വരെ പോകാൻ എനിക്കറിയാടാന്ന് പറയാൻ കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കും. ഇതുവരെ കളിച്ച കളിയല്ല ഇനി ബാലേന്ദ്രൻ കളിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് പോകാണ് കേട്ടോ ബാലേന്ദ്രൻ പോകുമ്പോൾ പെങ്ങിൽ നിന്നിട്ട് രാജീവൻ വിളിച്ച് പറയണം, 22 വർഷക്കാലം എൻ്റെ പെങ്ങളെ ചതിച്ചില്ലേ നീ? 22 വർഷക്കാലം എൻ്റെ പെങ്ങളെ ചതിച്ച് എൻ്റെ പെങ്ങളെ കൂടെ ജീവിച്ചില്ലേ നീ? എന്തെങ്കിലും ഒരു ഉളുപ്പുണ്ടോ നിനക്ക് എന്നൊക്കെ പറയാൻ കേട്ടോ. വേറെ എവിടെ ഒന്ന് അഴിഞ്ഞാടി നടന്ന ഒരു പെണ്ണിനെ കൊണ്ട് നടന്ന് ഒരു കൊച്ചിനെ ഉണ്ടാക്കി വന്നിരിക്കണവൻ, എന്നിട്ട് അവളെ കാര്യം അന്വേഷിക്കാൻ നടക്കുന്നു, നാണമില്ലാത്തന്നൊക്കെ പറയാൻ കേട്ടോ. അന്നേരം ബാലേന്ദ്രൻ തിരിച്ചു വരികയാണേ. എന്നിട്ട് ബാലേന്ദ്രൻ പറയാണ്, ആ ചതിരെയും 22 വർഷക്കാലത്ത് ചതിരെയും വഞ്ചനരെയും കഥ പറയുമ്പോൾ എനിക്കൊരു കഥയും തിരിച്ചങ്ങോട്ട് പറയാനുണ്ട്. അപ്പോഴേക്കും ശിവൻ എഴുന്നേറ്റ്, ഈ ഒരു കഥ പറയണ്ടടാ എന്ന് പറയാൻ കേട്ടോ. പറയണം, ഞാൻ പറയും, ഇല്ലെങ്കിൽ തൻ്റെ ചെവിട്ടിലേക്കൊക്കെ ഞാൻ അടിച്ച് കയറ്റും എന്ന് പറയാൻ കേട്ടോ. അന്നേരം രാജീവൻ പറയും, എന്താടാ നിനക്ക് പറയാനുള്ളതെന്ന് ചോദിക്കാൻ കേട്ടോ പുച്ഛത്തോട് കൂടിയിട്ട്. അപ്പം പറയുന്നുണ്ട്, ഞാൻ പറയാൻ തന്നെ പോകാണ്. പണ്ടേ 22 വർഷം മുമ്പ് കൊല്ലപ്പിള്ളിന്ന് ഒരു പെണ്ണ് ആഗ്രയ്ക്ക് പോയ കഥയാന്ന് പറയാനേ. അന്നേരം പെട്ടെന്ന് തന്നെ ശിവനാകെ ഞെട്ടാണ് കേട്ടോ. ശിവന് മനസ്സിലായി എന്താണ് ബാലേന്ദ്രൻ പറയാൻ പോകുന്നതെന്ന്. എന്നിട്ട് ബാലേന്ദ്രൻ പറയാണ്, 22 വർഷക്കാലം മുമ്പ് നിങ്ങളുടെ പെങ്ങളിൽ നിന്നല്ല, ഒരു പെണ്ണ് കൊല്ലപ്പിള്ളിയിൽ നിന്ന് ആഗ്രയ്ക്ക് പോവുകയാണ്. അവിടെ ഒരു ടീച്ചറായിട്ട് 2-2.5 വർഷക്കാലം അവിടെ ജോലി ചെയ്തു. അവിടെ വെച്ചൊരു പട്ടാളക്കാരനായിട്ട് കാണുകയും ഇഷ്ടപ്പെടുകയും അയാളെ കൂടെ ജീവിക്കുകയും ചെയ്തു. ഇതൊക്കെ പറയുമ്പോൾ രാജീവന് ശിവൻ തല കുമ്പിട്ട് നിൽക്കുകയാണേ. അവിടെ വെച്ച് അവിടേക്ക് വീട്ടുകാർ അവളെ വിളിക്കാൻ ചെന്നപ്പോൾ പെണ്ണ് പൂർണ്ണ ഗർഭിണി എന്ന് പറയും കേട്ടോ. അപ്പോൾ രാജീവൻ ആകെ നാണം കെടുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, ആ പെണ്ണിനെ കൊല്ലപ്പള്ളിക്ക് തിരിച്ചു കൊണ്ടുവന്നു. കൊല്ലപ്പള്ളിയിലേക്കല്ല തിരിച്ചു കൊണ്ടുവന്നത്, ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ വെച്ചിട്ട് അവൾ പ്രസവിക്കുകയും ചെയ്തു. അതിനുശേഷം ആ കുഞ്ഞിനെ ഏതോ ഒരു അനാഥാലയത്തിൽ കൊണ്ട് തള്ളി എന്ന് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒന്നും മിണ്ടാതെ തലകുമ്പിട്ടേക്കാണ് കേട്ടോ ശിവനും രാജീവനും. എന്താ കഥ ഇഷ്ടപ്പെട്ടോ? ഇനി ആ കഥയിലെ കഥാപാത്രം ആരാണെന്ന് കൂടെ പറയാം. അവളുടെ പേര് വൈജയന്തി എന്നാണ്. എന്താ മനസ്സിലായോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോഴൊന്നും മിണ്ടുന്നില്ല. അതിനുശേഷം പറയുകയാണേ, അതെ വൈജയന്തി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അവളുടെ തറവാട്ടു പേരും കൂടെ പറയാം, കൈതയ്ക്കൽ മാളിക വീട്. അപ്പോൾ ഒന്നും ഉണ്ടാതെ ശിവനിങ്ങനെ പറയണതേ, നീ വെറുതെ ആവശ്യമില്ലാത്ത കഥകൾ മെനഞ്ഞുണ്ടാക്കിയില്ല. ആരെങ്കിലും പറഞ്ഞു കേട്ട് വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കഥകൾ പറഞ്ഞുണ്ടാക്കരുതെന്ന് പറയാം. കഥകളല്ലടോ, ഇത് സത്യം തന്നെയാണ്. തൻ്റെ ചേട്ടനുണ്ടല്ലോ ലഫ്റ്റനന്റ് കേണൽ ഗംഗാധര മേനോൻ, അങ്ങേര് തന്നെ എന്നോട് തുറന്ന് സമ്മതിച്ചതാടോ, അങ്ങേര് തന്നെ പറഞ്ഞതാടോ അങ്ങേരുടെ പെങ്ങള് കല്യാണത്തിന് മുമ്പ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്നുള്ളത്.
ഇനി വേറൊരു കാര്യം കൂടെ കേട്ടോ, ആ പെങ്ങളെ കല്യാണം കഴിച്ച ഹതഭാഗ്യനാണോ ഞാൻ. 22 വർഷക്കാലം എൻ്റെ മുന്നിൽ ഞെളിഞ്ഞു നടന്നില്ലേ അവള്. പതിവൃത ചമഞ്ഞില്ലേ അവൾ എൻ്റെ മുന്നിൽ. അഹങ്കാരത്തിൻ്റെ കൂടുമുടിയിലല്ലേ അവൾ നിന്നിരുന്നത് എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് രാജീവനൊന്നും വിടുന്നില്ല കേട്ടോ. രാജീവനൊന്നും വിടാതെ തല മുമ്പിട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞാണ്ട് ഇതുകൊണ്ടൊന്നും അവസാനിച്ചു എന്ന് വിചാരിക്കേണ്ട, കളി ബാലേന്ദ്രൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരെട്ടെണ്ണത്തിനെ ഞാൻ വെറുതെ ഇടില്ല, എല്ലാത്തിനെയും ഞാൻ കളി പഠിപ്പിക്കും, നാണമില്ലാത്തവന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ദേഷ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ശിവനാണെന്നുണ്ടെങ്കിലും രാജീവനാണെന്നുണ്ടെങ്കിലും ബാലേന്ദ്രൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിലൊന്നും പറയാനില്ല കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് ഞാൻ വൈജിയോടൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല ഇതുവരെ, എന്ന് വെച്ചിട്ട് പറയൂല എന്നല്ല, എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചേണ്ട കൂട്ടി പാടി നടക്കും ഞാൻ ഈ നാട്ടിൽ മുഴുവനും നിങ്ങളുടെ പെങ്ങളുടെ കഥ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് പോകുകയാണ്. അതിനുശേഷം നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. എന്നിട്ട് പരാതി എഴുതിയിട്ട് അതെടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കൃഷ്ണമോളോട് പറയാണ്, മോളിവിടെ ഇരിക്കി, അച്ഛനത് കൊണ്ടുകൊടുത്തിട്ട് വരാം. മോൾക്ക് പേടിയാവും ചോദിക്കും. ഇല്ല അച്ഛൻ കൊണ്ടുകൊടുത്തിട്ട് വാന്ന് പറയും. അങ്ങനെ സ്റ്റേഷനിലേക്ക് കയറി ചെല്ലാം. ബാലേന്ദ്രനോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ഞാൻ വൈജയ്ക്ക് എങ്ങനെയുണ്ട്, ഞാനാണ് എന്ന് അപകടം പറ്റിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു പറയാൻ കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ആ സാറാണല്ലേ, ഞാൻ സാറിനെ കണ്ട് നേരിട്ട് വന്നിട്ട് നന്ദി പറയാനിരിക്കുകയായിരുന്നു എന്ന് പറയാണ്. ഇപ്പം എങ്ങനെയുണ്ട്, കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് എന്ന് പറയും. സാറിൻ്റെ അടുത്തേക്ക് വരുന്നൊക്കെ വിചാരിച്ചാണ്. അതിൻ്റെ ഇടയിലും കുറച്ച് പ്രശ്നങ്ങളോ എന്ത് പ്രശ്നങ്ങൾ എന്ന് പറയും. എൻ്റെ മോളെ കാണാനില്ല എന്ന് പറയും കേട്ടോ. കാണാനില്ലേ, ഇന്ന് രാത്രി 7 മണിക്ക് അവൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതാണ്, പക്ഷേ ഇതുവരെ അവൾ വീട്ടിലെത്തിയിട്ടില്ല. ഇതാ പരാതി ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് പറയട്ടോ. ആരെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഭാര്യ വീട്ടുകാരെ സംശയം ഉണ്ടെന്ന് പറയട്ടോ. അപ്പോൾ അതിനെന്തെങ്കിലും തെളിവുകളുണ്ടോ, ഇതിലെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാലേന്ദ്രൻ അവിടെ നിന്ന് പോകും. പിന്നെ കാണിക്കുന്നത് ഗംഗാധര മേനോൻ ഹോട്ടലിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ രാജീവ്, ഗംഗേട്ടനോ, ഗംഗേട്ടൻ ഇത് എപ്പോൾ എത്തി, ഇത്ര പെട്ടെന്ന് എത്തിയോ എന്ന് ചോദിക്കുക. വരേണ്ട കാര്യം ഉണ്ടായിരുന്നു, നിങ്ങളെന്നെ വരുത്തിക്കുമല്ലോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ രാജീവൻ ചോദിക്കുകയാണ്, എന്താ ഗംഗേട്ടാ എന്ന് ചോദിക്കണ്ടോ. അല്ല, നിങ്ങളിവിടെ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് എന്ന് പറയട്ടോ. ഞങ്ങളെന്ത് ചെയ്തു കൂട്ടുന്നു, നിങ്ങളൊന്നും ചെയ്തു കൂട്ടുന്നില്ലേ, ഗംഗേട്ടനല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയ ആൾ, ഗംഗേട്ടൻ എന്തിനാണ് അവനോട് ഇതൊക്കെ തുറന്നു പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അന്നേരം ഗംഗാധരൻ പറയാണ്, നിങ്ങളിവിടെ ഓരോരോ മണ്ടത്തരങ്ങൾ കാണിച്ചു വെച്ചിട്ട് വെറുതെ ന്യായം പറയാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശിവൻ അവിടെ ഉണ്ടാവില്ല, ശിവൻ പുറത്ത് പോയിരിക്കാം കേട്ടോ. അപ്പോഴേക്കും ശിവൻ വരികയാണ് കേട്ടോ. ശിവൻ വന്നിട്ട്, ഗംഗേട്ടൻ എത്തി. എടാ ശിവ, നിനക്കെങ്കിലും എന്തെങ്കിലും വിവരം വേണ്ടേ, ഇവൻ പണ്ടേ ചൂടനാണ്, അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ നിനക്കെങ്കിലും എന്തൊരു ബോധം വേണ്ടേ, നീ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, എന്താണ് ശിവേട്ടാ എന്ന് ചോദിക്കാൻ. അല്ല എന്താ ഗംഗേട്ടാന്ന് ചോദിക്കും കേട്ടോ. നീ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളിലെ പരിണിതഫലം എന്തായിരിക്കുന്നു, നിങ്ങൾക്കൊക്കെ വല്ലതും അറിയുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. ഗംഗേട്ടൻ എന്തേ പറയുന്നത്, നമ്മുടെ പെങ്ങളുടെ ജീവിതമാണ് അവൻ നശിപ്പിച്ചത്, വൈജിയുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വെറുതെ നോക്കിക്കണമെന്നാണോ ഗംഗേട്ടൻ പറയുന്നത് എന്ന് പറയട്ടോ. ആരുടെ ജീവിതം നശിപ്പിച്ചു എന്നാണ് നീ പറയുന്നത് എന്ന് ചോദിക്കണ്ട. അവന് 22 വർഷം മുമ്പ് ഒരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, അതിലുണ്ടായ കുഞ്ഞാണ് അലീന എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ വൈജിയുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെങ്ങനെ ക്ഷമിക്കുക എന്ന് നോക്കിട്ടോ. വൈജ അവനെ ചതിച്ചിട്ടില്ലേടാ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ രാജീവനൊന്നും വിടുന്നില്ല. ബാലേന്ദ്രൻ വൈജയനെ ചതിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം, പക്ഷേ ബാലേന്ദ്രൻ ചതിച്ചു ഉള്ള കാര്യം ആലോചിക്കുമ്പോൾ നിങ്ങൾക്കതിന് ഒരു വിഷമമില്ലേ, എന്ത് മൊറാലിറ്റിയാണ് ഇതിലുള്ളത് എന്ന് ചോദിക്കാൻ കേട്ടോ. ബാലേന്ദ്രന് വേറൊരു പെണ്ണിലൊരു കൊച്ചുണ്ടെങ്കിൽ അത് പ്രശ്നം, പക്ഷേ നിൻ്റെ പെങ്ങള് കുറച്ച് കാലം വേറൊരാളുടെ കൂടെ ജീവിച്ചതല്ലേ, ഒരു കുഞ്ഞിനെ പ്രസവിച്ചതല്ലേടാ, എന്നിട്ട് അതിനൊന്നും നിനക്ക് പ്രശ്നമില്ലെന്ന് ചോദിക്കാൻ കേട്ടോ. അന്നേരം രാജീവൻ പറയാണ്, അതെ ഗംഗേട്ടൻ എന്തൊക്കെയാണ് പറയുന്നത്, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. അപ്പോൾ ശിവൻ പറയണേ, അതല്ല, ഇനിയിപ്പോൾ വൈജ അങ്ങനെ തെറ്റ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ബാലേന്ദ്രൻ അതേ തെറ്റ് തന്നെയല്ലേ ചെയ്തിരിക്കുന്നത്, അപ്പോൾ പിന്നെന്താ പ്രശ്നം, രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ട് ക്ഷമിച്ചാൽ പോരെ എന്ന് ചോദിക്കാൻ കേട്ടോ. അന്നേരം ഗംഗാധരൻ ദേഷ്യം വരണം, നീ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ രാജീവൻ പറയാണ് കേട്ടോ, ഗംഗേട്ടനല്ലേ ബാലേന്ദ്രനോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞതെന്ന് ചോദിക്കാൻ കേട്ടോ. എടാ ഞാൻ തുറന്നു പറഞ്ഞതല്ല, അവൻ ഒരു ദിവസം കരിതുള്ളി നീലഗിരിക്ക് വന്നിരിക്കുന്നു. നീലഗിരിയിൽ വന്നിട്ട് അവൻ ചോദിച്ചത് എന്താണെന്നറിയോ, നിങ്ങളുടെ പെങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ഒരു പെൺകുഞ്ഞിനെ ജന്മം നൽകിയിരുന്നു എന്നാണ് അവൻ എന്നോട് ചോദിച്ചത്. അപ്പോൾ അതൊക്കെ സമ്മതിച്ചു കൊടുത്തു. ഗംഗേട്ടൻ സമ്മതിക്കരുതായിരുന്നു, ഒരു കാലത്തും അവിടെ പിടിച്ചു നിൽക്കണമായിരുന്നു, അങ്ങനൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്ന് പറയട്ടോ. ഇവിടെ സകല തെളിവുകളായിട്ടാണ് അവൻ വന്നത് എൻ്റെ മുന്നിൽ, എല്ലാ തെളിവുകളോടും കൂടിയിട്ടാണ് അവൻ എൻ്റെ മുന്നിൽ വന്ന് നിന്ന് ഞാനിട്ട് ഇതൊക്കെ പറഞ്ഞത്. അന്നേരം രാജീവൻ ചോദിക്കണം, അല്ല ഗംഗേട്ടൻ ഇതൊക്കെ അറിഞ്ഞിട്ട് ഞങ്ങളോട് ഒരു വാക്ക് പറയാതിരുന്നത് ശരിയാണോ, ഗംഗേട്ടൻ ഇവിടെ നാട്ടിൽ വന്നതല്ലേ,
ബാലേന്ദ്രന് അറ്റാക്ക് ആയിരിക്കുന്ന സമയത്ത് ഒരു വാക്ക് ഞങ്ങളോട് ഇതൊക്കെ പറഞ്ഞോ? അങ്ങനെയാണെന്നുണ്ടെങ്കിലല്ലേ അതൊന്നും അറിയാതെയല്ലേ ഞങ്ങൾ ഇതൊക്കെ ചെയ്തു കൂട്ടിയതെന്ന് രാജീവൻ ചോദിക്കുകയാണ് കേട്ടോ. എടാ അവള് വൈജിയോട് അവനിതൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞാനതൊന്നും ആരോടും പറയാഞ്ഞത്. ഞാൻ ആദ്യം വിചാരിച്ചു വൈജിയോട് അവൻ പൊട്ടിത്തെറിക്കും, ഇതൊക്കെ തുറന്നു ചോദിക്കും, അവർ തമ്മിൽ വഴക്കാവുന്നൊക്കെയാണ്. പക്ഷേ ആകുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ റൂം മാറി, ബെഡ്റൂം മാറി, അത്രയല്ലേ അവൻ ചെയ്ത് തെറ്റുള്ളൂ. തന്നെ ചതിച്ച പെണ്ണിൻ്റെ കൂടെ കെട്ടിപ്പിടിച്ച് കെടുക്കണം ആർക്കാട് അത്ര നിർബന്ധം എന്ന് ഗംഗാധരൻ ചോദിക്കാണ് കേട്ടോ. അതൊക്കെ കേട്ടിട്ട് ശിവനൊന്നും മിണ്ടുന്നില്ല. അവൻ്റെ ഭാഗത്ത് എന്താ തെറ്റുള്ളത്? അവനെ ചതിച്ച പെണ്ണിൻ്റെ കൂടെ കെടുക്കണ്ടെന്ന് അവൻ അങ്ങ് തീരുമാനിച്ചു, അത്രയല്ലേ അവൻ ചെയ്തുള്ളൂ. വേറെ എന്തെങ്കിലും തെറ്റവൻ ചെയ്തോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അന്നേരം ശിവൻ പറയണം, അല്ല ഗംഗേട്ട, അവനും ഒരു കൊച്ച് എന്ന് പറയാൻ കേട്ടോ, അവനും ഒരു പെണ്ണിലൊരു കുട്ടി ഉണ്ടായില്ല എന്ന് ചോദിക്കാൻ കേട്ടോ. എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ആരാ അതൊക്കെ പറഞ്ഞത്? അവൻ പറഞ്ഞതല്ലേ, അവൻ വെറുതെ പറഞ്ഞുണ്ടാക്കിയ കഥകളതൊക്കെ. അങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല. ബാലേന്ദ്രൻ്റെ കുഞ്ഞല്ല, വൈജിയുടെ മകളാണ് അലീന എന്ന് പറയാൻ കേട്ടോ. ഇത് കേട്ടോ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ രാജീവൻ. അത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ. പ്രമോല് രാജീവനും ഗംഗാധരനും ശിവനും കൂടിയിട്ട് ബാലേന്ദ്രൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ കൃഷ്ണമോള് തടിയാണ്, നിങ്ങളൊന്നും ഇങ്ങോട്ട് കയറി വരണ്ട, നിങ്ങളൊക്കെ ചീത്തയാണ് എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ ഭീഷണിപ്പെടുത്താണ് കേട്ടോ, എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റണത്തിന് വെറുതെ വിടൂല, നിങ്ങൾക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറയുകയാണേ. അതിന് ശേഷം പറയുന്നുണ്ട് ഗംഗാധരൻ വൈജി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ബാലേന്ദ്രൻ്റെ ഭാര്യ അതിന് ജീവിച്ചിരിക്കില്ല, ഒന്നിനേക്കാൾ സൂയിസൈഡ് ചെയ്യും അല്ലെങ്കിൽ ബാലേന്ദ്രൻ ഉപേക്ഷിക്കുന്ന പറയുമ്പോൾ ഇത് വൈജി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ അവളുടെ ഭർത്താവായിട്ട് ഉണ്ടാവില്ല എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. ഇത്രയാണ് പ്രമോ കാണിച്ചിട്ടുള്ളത്.